ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായത്രി കല്ലുള. അപ്പോൾ ഇന്ന് നമ്മുടെ കുറച്ച് ഓണം വിശേഷങ്ങളും എൻ്റെ ഒരു ദിവസത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിലെ നന്ദികേശൻ്റെ പ്രതിഷ്ഠയായിരുന്നു കേട്ടോ ഇന്ന്. അപ്പം എൻ്റെ കുഞ്ഞുനാളിൽ ഈ അമ്പലം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഈ അടുത്ത സമയത്താണിത് പുതുതായിട്ട് പുതുക്കി പണിഞ്ഞത് കേട്ടോ. അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അച്ഛൻ്റെ സമയത്ത് ഇത് വെറുതെ ഒരു സ്ഥലം മാത്രമായിരുന്നു. അപ്പം മുകളിലത്തെ അമ്പലത്തിൽ ദേവപ്രശ്നം ചെയ്തപ്പോഴാണ് ആക്ച്വലി ഇങ്ങനെ ഒരു അമ്പലം ഇവിടെ ഉണ്ടെന്നും ഈ ടിപ്പു സുൽത്താൻ്റെ പടയോട്ടത്തിൽ പന്നലായി പോയതാണെന്നൊക്കെയുള്ള കഥകൾ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം ഈ അമ്പലത്തിനെ ഞങ്ങളെല്ലാവരും വിളിക്കുന്നത് കൊച്ചമ്പലം എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സ്ഥലമെല്ലാം ഈ സിമൻറ്റ് തേച്ചിട്ട് അതിൻ്റെ മണ്ടയിലൂടെ നമ്മളിങ്ങനെ ചാണകം മെഴുകില്ലേ, അപ്പം അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഇരിക്കാനായിട്ടൊക്കെ പറ്റും. ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഒരു നൊസ്റ്റാൾജിയ. പിന്നെ ചെണ്ടമേളവും അങ്ങനെ കുറച്ച് ഗ്രാൻഡായിട്ടല്ലേ ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നടത്തുക. അപ്പം അവിടെ ഇരിക്കാൻ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. ഞങ്ങളുടെ ഈ ഏരിയയിൽ വെച്ചിട്ട് ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴല്ല, ഒരുപാട് വർഷം മുമ്പ് കേട്ടോ. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് ഞങ്ങൾ നേരെ പോയത് പുനലൂരോട്ടാണ്. ഞങ്ങളുടെ വീടിനടുത്ത് ഇഷ്ടംപോലെ ഡ്രസ്സ് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഓൾറെഡി കുറേ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു. പക്ഷേ ഓണത്തിൻ്റെ ഒരു വൈബ് വരണം എന്നുണ്ടെങ്കിൽ പുനലൂരൊക്കെ പോയി കുറച്ച് യാത്രയൊക്കെ ചെയ്ത് ഡ്രസ്സ് എടുത്താലേ ആ ഒരു വൈബ് കിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ഒരുപാട് ആത്മബന്ധമുള്ളൊരു സ്ഥലമാണ് കേട്ടോ പുനലൂർ. ഞാൻ പഠിച്ചതും ഏകദേശം ഞാൻ വളർന്നതും എല്ലാം പുനലൂരാണ്. എൻ്റെ അമ്മയുടെ വീട് പുനലൂരാണ്. അപ്പം എൻ്റെ ഒരു കുട്ടിക്കാലം കംപ്ലീറ്റ് പുനലൂർ എന്ന് പറയുമ്പോൾ എനിക്കെന്തോ ഒരു മായാലോകം പോലെയായിരുന്നു. കാരണം അവിട്ടത്തിൻ്റെ അന്ന് അച്ഛനും അമ്മയും ഞാനും ചേച്ചിയും കൂടെ അമ്മയുടെ വീട്ടിൽ പോകും കേട്ടോ. അപ്പോൾ അന്ന് പോകുന്ന വഴിയേ അമ്മ ഇങ്ങനെ ഓരോ കഥകളായിട്ട് ഇങ്ങനെ പറഞ്ഞു തരും. അമ്മമ്മയുടെ കൂടെ അമ്മ ഓരോ സ്ഥലങ്ങളിൽ പോയതും അവിടെ പോയതും ഓരോ കടകളിലെ സ്പെഷ്യൽ സാധനങ്ങളെ പറ്റിയൊക്കെ അമ്മ ഇങ്ങനെ കഥകൾ പറഞ്ഞു തരും. പുനലൂർ എല്ലാവർക്കും അറിയാവുന്നത് എനിക്ക് തോന്നുന്നു തൂക്കുപാലം വഴിയാണെന്നേ. അപ്പോൾ എൻ്റെ അമ്മയുടെ കുഞ്ഞുനാളിലായിരുന്നു ആക്ച്വലി അത് ഓപ്പണായിട്ട് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മയ്ക്ക് അതിൽ കയറാൻ പേടിയായിരുന്നു എന്നൊക്കെയുള്ള കഥകൾ അമ്മ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പഠിച്ച് കുറച്ച് വലുതായതിന് ശേഷമാണ് ഈ തൂക്കുപാലം വീണ്ടും റീഓപ്പൺ ചെയ്തത്. അപ്പം ഞാനും അങ്ങനെ കയറിയിട്ടൊന്നുമില്ല. ഞാൻ പ്ലസ് വൺ പഠിക്കുന്ന സമയം തൊട്ടാണ് ഞാനിതിൽ കയറാനായിട്ട് തുടങ്ങിയത് കേട്ടോ. അപ്പം ഇപ്പോഴും സത്യം പറഞ്ഞാൽ തൂക്കുപാലം കാണുമ്പോൾ ഒരു അത്ഭുതമാണ് കേട്ടോ, ഒരുപാട് വട്ടം കയറിയിട്ടുണ്ടെങ്കിലും. അപ്പം അമ്മമ്മയുടെ വീട്ടിൽ ചെല്ലുമ്പം അമ്മമ്മ ഓണം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിള്ളേർക്ക് എല്ലാവർക്കും കൂട്ടി വെച്ചിരിക്കുന്ന പൈസ എടുത്ത് തരുവേ. അപ്പം അന്ന് ഭയങ്കര സന്തോഷമാണ്. കുറച്ച് പൈസയെ കാണുള്ളൂ, പക്ഷെ ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെ ആ പൈസ എടുത്ത് ഡയറക്റ്റ് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയും, തിരിച്ചു പോകുമ്പോൾ തായ്ലക്ഷ്മിയിൽ സിനിമ കാണിക്കാവോ. അങ്ങനെ ഇതാണ്ട് ഈ തായ്ലക്ഷ്മി സിനിമയിൽ അന്ന് ഇത്രയും വലിയ തിയേറ്ററൊന്നും അല്ല, അതിൽ കയറിയിട്ട് ഞങ്ങൾ 4 പേരും കൂടെ സിനിമ കാണലുണ്ട് കേട്ടോ. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ചൈന ടൗണ്, ക്രിസ്ത്യൻ ബ്രദേഴ്സ്, അങ്ങനെ ഒരുപാട് സിനിമ ഞാൻ ഈ തിയേറ്ററിലാണ് കണ്ടേക്കുന്നത്. അപ്പം ശരവണ ഭവൻ, അങ്ങനെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള കടകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് മിനി പമ്പ എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ സീസൺ ആവുന്ന സമയത്ത് ഈ സ്ഥലം ഇങ്ങനെയല്ല. എന്ന് വെച്ചാൽ ശബരിമലയിൽ പോകുന്ന ആൾക്കാരുടെ വിശ്രമ സ്ഥലം കൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന കട പുനലൂർ NK ആണ്. നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് കാണുന്ന ഒരു വലിയ കടയാണ് NK. അപ്പം ഒരുപാട് നല്ല കളക്ഷനുള്ള കടയാണ് കേട്ടോ. അതാണ് മെയിനായിട്ട് ഞാനും ചേച്ചിയും ഇവിടെ തന്നെ വരാനുള്ള കാരണം. പിന്നെ അത്രയും നേരം അച്ഛൻ ഞങ്ങളെ കാത്തു നിൽക്കാൻ അച്ഛന് സാധിക്കില്ല. അച്ഛൻ നമ്മളെ ഒരാൾ കാത്തു നിൽക്കുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ എനിക്കും ചേച്ചിക്കും പിന്നെ വെപ്രാളമാണ്. അതുകൊണ്ട് തന്നെ നിധിയെ അച്ഛനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് ഇന്നത്തെ ഷോപ്പിംഗ് ഞങ്ങൾ ഒറ്റയ്ക്കാണെന്ന് അച്ഛനോട് പറഞ്ഞു കേട്ടോ. പറയേണ്ട താമസം. അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ചോദിക്കേണ്ടല്ലോ, കാരണം ഞങ്ങൾ ഒരുപാട് സമയം എടുക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എൻ്റെ ചേച്ചിയുടെ ഡ്രസ്സാണ് കേട്ടോ. ഇത് ആക്ച്വലി ഭയങ്കര സുഖമാണ് ഇടാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇന്ന് എനിക്ക് ഈ ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു. അപ്പം ഓണം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് പേഴ്സണലി ഈ കട ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ 2 ഡ്രസ്സിൽ ഒരെണ്ണമാണ് കേട്ടോ എടുത്തത്. ഏതാണെന്ന് നിങ്ങൾ പറയണേ. അപ്പം എനിക്ക് ഇതിനകത്തൊരെണ്ണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പം ഇതാണ് കേട്ടോ കട. ഇത് ഏകദേശം കുറേ ഫ്ലോർ ഉണ്ട്. ഇത് ഡൗൺ ഫ്ലോറാണ്. അപ്പം ഇവിടെ നിന്നാണ് എൻ്റെ ഡ്രസ്സുകളൊക്കെ എടുത്തത്. പിന്നെ ചേച്ചിയുടെ ഡ്രസ്സ് എടുക്കുന്നത് പൊതുവേ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. കാരണം അവൾ തപ്പി ഏറ്റവും പെർഫെക്റ്റ് ആണെന്ന് അവൾക്ക് തോന്നുന്നത് മാത്രമേ അവൾ എടുക്കാറുള്ളൂ. സോ ദാറ്റ് ഈസ് വൈ അതുകൊണ്ട് കുറച്ച് സമയം എടുക്കുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ ചേട്ടൻ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും ചേട്ടൻ ഇങ്ങനെ ഏതെങ്കിലും മൂലയിൽ ഇങ്ങനെ ഓണം
സീരീസിൽ ഞാൻ ഇന്നിടാൻ പോകുന്ന വീഡിയോയിൽ ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നുണ്ടല്ലോ വീട്ടിലുണ്ടാക്കിയ കുറച്ച് ടേസ്റ്റി ഐറ്റംസ് ആണ് കേട്ടോ. പക്ഷെ അതിന് മുൻപായിട്ട് ഞാൻ ഓണത്തിന് ഗീവേ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞതിനകത്ത് കുറച്ച് പേർക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്നോടൊന്ന് ചോദിച്ചു കേട്ടോ. വേറെ ഒന്നുമില്ല, രണ്ട് റൂളേ ഉള്ളൂ. ഒന്ന്, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം, ബെല്ലൈക്കണം പ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഞാനിടുന്ന ഓണം സീരീസിലെ എല്ലാ വീഡിയോസിൻ്റെ താഴെയും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരിക്കണം. അതായത് ഷോർട്സ് ആയിക്കോട്ടെ, ലോങ് വീഡിയോ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞ ഓണം സീരീസിലെ വീഡിയോസിൽ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? ഓണം ആകുമ്പോൾ ഇങ്ങനെ ആ ടേസ്റ്റി സാധനങ്ങൾ എൻ്റെ അമ്മ ഉണ്ടാക്കും. കുറേ സാധനങ്ങൾ ഉണ്ടാക്കും കേട്ടോ. അപ്പം 2 ദിവസമായിട്ട് കുറച്ച് സാധനങ്ങൾ അമ്മ ഉണ്ടാക്കി ഞാനാണെങ്കിൽ കയറി ഇറങ്ങി കഴിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അമ്മ വാൺ ചെയ്തിട്ടുണ്ട് തിരുവോണത്തിന് മുമ്പ് തീർക്കരുതെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തായാലും ഇന്ന് നമ്മുടെ ഓണം സീരീസിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്കും കൂടെ കൊതിയാവുമല്ലോ. അപ്പോൾ ഓരോ സൈഡിൽ ഓരോ ടൈപ്പായിട്ടല്ലേ വീട്ടിൽ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വർഷം അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചേമ്പ് വറുത്തതും കൂടെ ഉണ്ടാക്കി തരാമെന്ന്. അത് ഞാൻ കൈകാലം പിടിച്ചാണെങ്കിലും അത് ഉണ്ടാക്കും, ഇഷ്ടം. അപ്പോൾ ആദ്യത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓജി ഐറ്റം, സദ്യയുടെ ഏറ്റവും മെയിൻ സാധനം എന്താ? നമ്മുടെ ചിപ്സ്. ഇതിന് അങ്ങോട്ടൊക്കെ ഉള്ളൊരു ഉപ്പേരി എന്നൊക്കെയാണെന്നൊന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ ചിപ്സ്, കാ വറുത്തെന്ന് ഞാൻ പറയില്ല, ചിപ്സ്. ഇതാണ് ചിപ്സ്. ഓക്കെ, അപ്പം ചിപ്സ് നിങ്ങൾ വിചാരിക്കും അയ്യേ ഓണമായിട്ട് ഇതെന്താ ഒരു ചെറിയ പാത്രത്തിൽ ചിപ്സ് ഉണ്ടാക്കിയത്? നോ, നെവർ. ഞങ്ങളുടെ വീട്ടിൽ ചിപ്സ് ഉണ്ടാക്കുന്നെങ്കിൽ മിനിമം 3 പാത്രത്തിലായിരിക്കും ചിപ്സ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതുപോലെ തന്നെ വേറെ 2 പാത്രത്തിലും ചിപ്സ് ഉണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോയ്ക്ക് വരണം മതിയല്ലോ. അപ്പം കാരണം ഇത് തുറന്നു കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ തിന്നുമല്ലോ, അതാണ് കേട്ടോ. അപ്പം ക്യാമറ ഫോക്കസ്. ഓക്കെ, തുറക്കുന്നുണ്ട്. വേറെ എന്തൊക്കെ സാധനങ്ങൾ? ഓക്കെ, കാറ്റ് കയറാതിരിക്കാനുള്ള സെറ്റപ്പാണ് കേട്ടോ. എന്തൊരു മണം, നല്ല വെളിച്ചെണ്ണ മണം. ഇതെല്ലാം തുറന്നില്ലേ, 2 നമുക്ക് തിന്നാം കേട്ടാ. ഇത് കൂടി ഓൾറെഡി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത് 3 പാത്രം കൊണ്ട് പോകണ്ടെന്ന്. കാരണം നമ്മൾ ഒരു പാത്രം കൊണ്ട് നമ്മൾ ചിപ്സിനോട് അധികം പ്രിയമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിനൊരു ഭയങ്കര ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇതാണ് ചിപ്സ്. ഇത് തിരുവോണം വരെ പോണേന്ന് നിങ്ങളും ഞാനും പ്രാർത്ഥിക്കാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് അച്ചപ്പം ഉണ്ടാക്കും കേട്ടോ. അച്ചപ്പൊക്കെ ഞാൻ കാണിക്കാം, നിങ്ങൾ സമാനപ്പെടുക. അടുത്തത് അച്ചപ്പം ഉണ്ടാക്കിയില്ല, അച്ചപ്പം ഉണ്ടാക്കുമല്ലോ. ഇപ്പൊ ഉണ്ടാക്കിയില്ലല്ലോ, ഇച്ചിരിയല്ലേ ഉള്ളൂ. അടുത്തത് എന്താ? അടുത്തത് പാത്രം ഒന്നും നമ്മൾ നോക്കില്ല കേട്ടോ. ഇതൊക്കെ നോർമൽ വീട്ടിലെ അച്ചാർ പാത്രങ്ങൾ ഇതൊക്കെയാണ്. ഇത് അച്ചാർ പാത്രം തന്നെ, നിറപേരുടെ അച്ചാർ പാത്രം. അതിനകത്ത് എൻ്റെ അമ്മ അച്ചാർ ഇട്ടു, അത്രേ ഉള്ളൂ. നല്ലെണ്ണ ഇങ്ങനെ അങ്ങ് മണക്കുന്നേ, നോക്കിയേ. ഇതാണ് നാരങ്ങ അച്ചാർ. അപ്പം ഓണത്തിനുണ്ടല്ലോ കുറേ ദിവസം മുമ്പേ ചെയ്ത് തീർക്കുന്ന പണികളിൽ ഒന്നാണ് അച്ചാറും ചിപ്സും ഉണ്ടാക്കൽ. ശർക്കര വരട്ടി ഉണ്ടാക്കും കേട്ടോ, അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. ഒരു കഷ്ണം എടുത്തിട്ട് അതിങ്ങനെ വായിലോട്ട് ഞാൻ അച്ചാർ പെട്ടെന്ന് കേടാവില്ലേ, അതുകൊണ്ട് ഇത് മാത്രമേ ടേസ്റ്റ് ചെയ്യുള്ളൂ അമ്മ എന്ന് പറഞ്ഞ് ഞാനൊരു ഉണങ്ങിയ പാത്രം കൊണ്ട് വന്നിട്ടുണ്ട്. ഉണങ്ങിയ സ്പൂൺ കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം കഴിക്കുന്നതോട് തെറ്റില്ല അല്ലേടി, ഒരെണ്ണം കഴിക്കുന്നതോട് തെറ്റില്ല. എന്നിങ്ങനെ വെള്ളം വിടുന്നൊക്കെ അമ്മ ഇത് എങ്ങനെ ചെയ്യുന്നെന്ന് അറിയില്ല. സാധാരണ നാരങ്ങച്ചാർ ഇട്ടാലേ കയ്പായിരിക്കത്തില്ലേ. അമ്മ എത്ര പച്ച നാരങ്ങ അമ്മ ഇട്ട് വെച്ചാലും അത് ആ ഒരു ദിവസം കഴിഞ്ഞിങ്ങനെ പിറ്റേന്ന്, അതും ചമ്മന്തി മാത്രം. ഇതൊക്കെ ഇങ്ങനെ സദ്യയോടെ കഴിച്ചാണല്ലോ സ്വർഗം. ഓക്കെ, അടുത്തത് എൻ്റെ ഫേവറേറ്റ് ഐറ്റം ആണ് കേട്ടോ. പക്ഷെ അത് തിന്ന് കാണിക്കത്തില്ല, കാരണം എല്ലാം കൂടെ തിന്നു കഴിഞ്ഞാൽ എനിക്ക് വേണ്ട. ഇത് ടേസ്റ്റ് കൂടുന്ന എപ്പോഴാണെന്നറിയാമോ? നാളെ അച്ചാർ ഉണ്ടാക്കിയിട്ട് 2 ദിവസം അങ്ങനെ ഇരിക്കണം. അപ്പം അതിനൊരു ടേസ്റ്റ് വരുന്നുണ്ട് സാറേ. പക്ഷേ ഇത് ഞാൻ തുടങ്ങി ഇന്ന് ഞാൻ കഴിച്ചു, ഇന്നലെ ഞാൻ കഴിച്ചു. അമ്മ അപ്പം അമ്മ പറയുന്നത് ഓണത്തിന് വേണ്ടി ഇട്ട് വെച്ചേക്കുന്നത് ഇപ്പോഴേ അങ്ങ് തിന്നാ.
ഇങ്ങനെയുള്ള സാധനങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കൊതി വരത്തില്ല. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് തന്നെ എന്നെ മാടി വിളിക്കുന്നുണ്ട്, പക്ഷെ വേണ്ട, കാരണം എല്ലാം കൂടെ തന്നാൽ ശരിയാവത്തില്ല. അങ്ങനെ മാങ്ങ അച്ചാർ. ഓക്കെ, ഇതൊക്കെ എൻ്റെ അമ്മയുടെ സ്വന്തം ഐറ്റംസ് ആണ് കേട്ടോ. ഞാൻ സത്യം വിളമ്പ് കാണിച്ചു തരാം. എനിക്ക് അടുത്തത് ഇത് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഇത് പൊതുവെ നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ മാത്രമാണ് ഈ ഒരു അച്ചാർ. പക്ഷെ ഇവിടെ ഓണത്തിന് ഈ അച്ചാർ മസ്റ്റാണ്. ഓക്കെ, ഇവിടെ ഓണത്തിനുണ്ടല്ലോ ഈ അച്ചാർ മസ്റ്റാണ്. കാരണം നമ്മൾ അവസാനം നമ്മൾ പ്രഥമൻ കഴിക്കില്ലേ, സദ്യ സാമ്പാറൊക്കെ കഴിച്ച് നമ്മൾ പ്രഥമൻ കഴിക്കില്ല. അപ്പോൾ പ്രഥമൻ്റെ കൂടെ ഈ അച്ചാറും കൂട്ടി ഒരു പിടി പിടിക്കണം. എൻ്റെ സാറേ, ഞാൻ ഓണത്തിന് വേണ്ടി കാത്തിരിക്കും കേട്ടോ. നോക്കി എല്ലാത്തിനും എന്ത് മണമാണ്. കറിനാരങ്ങയില്ലേ വലുതായിട്ടിരിക്കുന്നത്, അത് മുളക് പൊടിയൊന്നും ഇല്ലാതെ നമ്മൾ അച്ചാർ ഇടത്തില്ലേ, അതാണിത്. അപ്പം കറിനാരങ്ങ വെള്ളക്കിട്ടത് അല്ലേ അല്ലേ അതാണ് ഇത് പറയുന്നത്. എനിക്കിഷ്ടമാണ് കേട്ടോ. പക്ഷെ ഇത് വെറുതെ തന്നെ എനിക്കിഷ്ടമല്ല. പ്രഥമൻ്റെ കൂടെ കഴിക്കണം, അത് ഭയങ്കര ഒരു കോമ്പിനേഷനാണ് ഗൈസ്. ഓക്കെ, അടുത്തത് ഞാൻ പറഞ്ഞില്ലേ ഇത് മുളക് പൊടി ചേർക്കാതെ കിട്ടുന്നത്. ഇനി ഇത് മുളക് പൊടി ചേർത്ത ഐറ്റമാണ് ഇത്. ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. ടേസ്റ്റ് എന്ന് വെച്ചാൽ ഇത് എനിക്കൊന്ന് കാശ്മീരി മുളക് പൊടി ഇടുപൊടിയാണ്, അതാണ് ഇത്രയും കളർ. ഈ ഒരു സൈഡിലും കൂടെ നക്കി ഇരിക്കുകയാണ് കേട്ടോ. എനിക്ക് കയ്യിൽ ഇച്ചിരി തൊട്ട് കൂട്ടാൻ കൊടുത്തിട്ടുണ്ട്. ഓണം ആയി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കുറേ സാധനങ്ങൾ തിന്നാണ്. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഓണം പ്രമാണിച്ചുണ്ടാക്കിയത്. അപ്പം ഇനി എന്താണ് ഉണ്ടാക്കാനുള്ളത്? ഈ വട്ടം ഞാൻ വഴക്കുണ്ടാക്കിയിട്ടാണെങ്കിൽ ഞാൻ ചേമ്പുപ്പേരി ഉണ്ടാക്കിയിരിക്കും. ഉണ്ടാക്കി തരുമോ? എനിക്കുണ്ടാക്കാം. പിന്നെ എൻ്റെ അച്ഛൻ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് കേട്ടോ. അതെന്താണെങ്കിലും ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇടാം. പക്ഷെ അതിപ്പോഴല്ല ഉണ്ടാക്കുന്നത്, എല്ലടി 2 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛൻ ഉണ്ടാക്കി തരും. അതാണ് പുളി ഇഞ്ചി. എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാമോ അതിന്. എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളുടെ ശ്രദ്ധിക്കാതെന്ന് പറഞ്ഞാൽ ഇഞ്ചി മാത്രം, അല്ലാതെ പുളി ഇഞ്ചി എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് സാധനമൊന്നുമില്ല. ഈ അച്ഛനിത് എവിടെന്നാ പഠിച്ചതെന്ന് അറിയത്തില്ല. അച്ഛൻ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഒരു 5-6 വർഷമായി കാണും. അച്ഛൻ പറഞ്ഞു ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ പുളിയിഞ്ചി ഉണ്ടാക്കി. അപ്പം അന്ന് അതിൻ്റെ ടേസ്റ്റ് നമുക്കറിയില്ല കേട്ടോ. ഇത് ഇരുന്നിട്ട് ഇത് പിറ്റേ ദിവസം ആകുമ്പം ഈ മധുരവും പുളിയും എരിയും കൂടെ ഒന്ന് മിക്സ് ആവും. എന്നാ ടേസ്റ്റ്, അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഒരു 5-6-7 വർഷമായിട്ടുണ്ടല്ലോ ഞങ്ങൾ ശ്രദ്ധിക്കാത്ത ഇഞ്ചിയുടെ കൂടെ പുളിയിഞ്ചി കാണും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ റെസിപ്പി എന്നും ചോദിച്ചാൽ അത് എനിക്കറിയത്തില്ല കേട്ടോ. അച്ഛനെ അത് ആ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അത് എൻ്റെ അമ്മയും ചേച്ചി ആരും ഉണ്ടാക്കി അത് പറ്റില്ല. അത് അച്ഛൻ്റെ ഒരു കൈപ്പുണ്യമാണ് ആ സാധനം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് ഞാൻ ഇത്രയും നല്ല അഭിപ്രായം പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിച്ചപ്പോൾ നമ്മൾ വിചാരിക്കത്തില്ലേ ഓക്കെ എൻ്റെ അച്ഛൻ ഉണ്ടാക്കുന്നത് കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടും, അങ്ങനെയല്ല കേട്ടോ. അപ്പം ഞാൻ പഠിക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ കോളേജിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഹോസ്റ്റലിലൊക്കെ ഞാൻ കൊണ്ടുപോകും. അപ്പോൾ അവർ ഭയങ്കര ആദ്യമായിട്ട് കഴിക്കുന്നതിനോട് ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഇതാരുണ്ടാക്കി ഇതെന്താ സാധനം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പം അമ്മയുടെ കുറേ റിലേറ്റീവ്സ് ആണെങ്കിലും വിളിച്ചിട്ട്, എന്നുവെച്ചാൽ നമ്മൾ ഈ ചില വീടുകളിലുണ്ടല്ലോ കൂടാനായിട്ട് പോകുമ്പോഴത്തേക്ക് കറികളൊക്കെ കൊണ്ടുപോകത്തില്ലേ. അപ്പം അച്ഛനൊരു ദിവസം ഇങ്ങനെ പുളിയിഞ്ചി കൊണ്ടുപോയിരുന്നു. അപ്പം അന്ന് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവർ വീട്ടിൽ പോയിട്ട് അച്ഛനടുത്ത് വിളിച്ച് വെച്ച് ഇതിൻ്റെ റെസിപ്പി എന്താണ്. അപ്പം അച്ഛന് സത്യം പറഞ്ഞാൽ അതിൻ്റെ ചിലർക്ക് അതൊരു കൈത്തിട്ടമല്ലേ, എന്നുവെച്ചാൽ റെസിപ്പിയായിട്ട് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ലായിരിക്കും. അപ്പം അച്ഛൻ ഉണ്ടാക്കുന്നത് ഞാൻ ഇവിടെ ഒരു വീഡിയോ ഇട്ടിടാം കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഓണ വിശേഷങ്ങൾ. നമ്മൾക്കിങ്ങനെ തിന്ന് തന്നിരിക്കുക അല്ലേ ലപ്പി. ഇഷ്ടം പോലെ കഴിക്കാന്നുള്ളതാണ് എനിക്ക് ഓണത്തിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഒരുപാട് ഈ മാസം എന്താണെങ്കിലും നോ ഡയറ്റ്, എന്നുവെച്ചാൽ ഓണം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു മിനിമം 1 കിലോയെങ്കിലും ഞാൻ വെയിറ്റ് വെക്കും. കാരണം അത്തം തുടങ്ങി ഞാൻ പലതരം സാധനങ്ങൾ കഴിച്ചോണ്ടിരിക്കുക. ചിപ്സ് തുടങ്ങി, പിന്നെ നമ്മുടെ ഈ ഓണത്തിനുണ്ടല്ലോ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ അച്ചപ്പം തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പം ഇങ്ങനെ അച്ചപ്പം കൊണ്ടുമ്പോൾ അത് തിന്നും, ശർക്കര വരട്ടി തിന്നും, നിധിയുടെ ബർത്ത്ഡേ. അപ്പൊ അതുകൊണ്ട് അത് 2 ദിവസം കേക്കായിരുന്നു. പിന്നെ അതുപോലെ നിധിയുടെ ബർത്ത്ഡേക്ക് ബിരിയാണി ആയിരുന്നു. അത് പിന്നെ കഴിച്ച് സത്യം പറഞ്ഞാൽ എല്ലാത്തിനും സദ്യക്ക് ഭയങ്കര ഇതല്ലേ എന്ന് വെച്ചാൽ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഇരിക്കും. ഞാനാണെങ്കിൽ ഞാനും ചേച്ചി എല്ലാവരും ഇവിടെ എല്ലാവരും കേട്ടോ നമ്മൾ സദ്യ ഇങ്ങനെ വേസ്റ്റ് ചെയ്യാറില്ല. ആഹാരത്തിന്റെ വില അറിയാവുന്ന കുട്ടികളാണ് ഞങ്ങൾ. അപ്പം എല്ലാം കൂട്ടി പിടിച്ചാലുണ്ടല്ലോ സദ്യയുടെ വീഡിയോ ഒക്കെ ഞാൻ ഇടാൻ കേട്ടോ. ഓക്കെ, അപ്പം ഇത്രയാണ് എൻ്റെ വീട്ടിൽ ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനിയും ഉണ്ടാക്കും. ഈ വട്ടം ഇച്ചിരി ഞാൻ എല്ലാ വട്ടവും ഇവർ അമ്മയുടെ അടുത്ത് പറയാം, അമ്മ ഇച്ചിരി എനിക്ക് കുക്കിംഗ് അറിയാമെന്നെങ്കിൽ ഞാൻ കയറി ഉണ്ടാക്കായിരുന്നു. ഇല്ല പേളിമാണി ബിഗ് ബോസിനകത്ത് ഉണ്ടാക്കി എന്നിട്ട് കളിയോടൊക്കെ ഞാനിട്ട് പൊട്ടിത്തെറിച്ച് ഇനി ഓണകാലമായിട്ട് എൻ്റെ മുഖത്ത് പൊള്ളലിൻ്റെ പാടി വരണം. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറയാം, അമ്മ എനിക്ക് ഇച്ചിരി ചേമ്പ് വറുത്തതും ഇച്ചിരി കളിയോടൊക്കെയും സോറി
അവർക്ക്. ഞാൻ അവിടെ എത്തി കേട്ടോ, ഇനി തിരുവോണത്തിലെത്തി. അപ്പം ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ സാധനങ്ങൾ. അപ്പോൾ ടാറ്റാ.